ജലക്ഷാമം നേരിടാൻ തിരുവനന്തപുരം ജില്ലയിലെ ജലസംഭരണികളുടെ സംരക്ഷണത്തിന് കർമ്മ പദ്ധതി തയ്യാറാക്കുമെന്ന് CPI ജില്ലാ സെക്രട്ടറി മാങ്കോട് രാധാകൃഷ്ണൻ. കേരള വിഷൻ ന്യൂസിൽ വന്ന വാർത്തയെ തുടർന്നാണ് അദ്ദേഹം അരുവിക്കര ഡാം സന്ദർശിച്ചത്. മാലിന്യവും എക്കലും ചെളിയും നിറഞ്ഞ് ജലസംഭരണശേഷി നഷ്ടപ്പെടുന്ന അരുവിക്കര ഡാമിൽ നിന്നാണ് തലസ്ഥാന നഗരത്തിലും ചുറ്റുമുള്ള പഞ്ചായത്ത് പ്രദേശങ്ങളിലും ശുദ്ധജലം എത്തിക്കുന്നത്. അപ്പർ ഡാമായ പേപ്പാറ ജലസംഭരണിയും മറ്റൊരു പ്രധാന സ്രോതസ്സായ നെയ്യാർ ജലസംഭരണിയും ഗുരുതര സ്ഥിതിവിശേഷമാണ് നേരിടുന്നതെന്ന് മങ്കോട് രാധാകൃഷ്ണൻ ചൂണ്ടിക്കാട്ടി. ഡാമുകളുടെ സംഭരണശേഷി വർദ്ധിപ്പിക്കുന്നതിന് അടിയന്തര നടപടി സ്വീകരിക്കുകയാണ് വേണ്ടത്. ഇതിനായി 2017 സംസ്ഥാന സർക്കാർ എടുത്ത തീരുമാനം ഇനിയും നടപ്പായിട്ടില്ല. പേപ്പാറ ഡാമിന്റെ കാര്യത്തിൽ കേന്ദ്ര വനംവകുപ്പ് തടസ്സം പിടിക്കുന്നതായാണ് ജല അതോറിറ്റി അധികൃതരിൽ നിന്ന് മനസ്സിലാക്കുന്നത്. കേന്ദ്ര വനംവകുപ്പിന്റെ അനുമതി നേടാൻ സർക്കാർ ഇടപെടണം. ഡാമുകളിൽ ഡീസെറ്റിംഗ് നടത്തി ആഴം കൂട്ടി കുടിവെള്ള പ്രശ്നത്തിന് ശാശ്വത പരിഹാരം കണ്ടെത്തണമെന്നും ജില്ലാ സെക്രട്ടറി അഭിപ്രായപ്പെട്ടു. ജല അതോറിറ്റി അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ മനോജിനെയും മറ്റു ഉദ്യോഗസ്ഥരെയും കണ്ട് അദ്ദേഹം ആശയവിനിമയം നടത്തി. റിസർവോയറുകളിൽ മാംസാവശിഷ്ടങ്ങൾ ഉൾപ്പെടെയുള്ള പ്ലാസ്റ്റിക് മാലിന്യങ്ങൾ തള്ളുന്നുവെന്ന് വ്യാപക പരാതി ഉയർന്ന തീരം റോഡ്, വാഴവിള, ഗോതമ്പി, കാഞ്ചിക്കാവിള തുടങ്ങിയ പ്രദേശങ്ങളും ജില്ലാ സെക്രട്ടറി സന്ദർശിച്ചു. രാത്രികാലങ്ങളിൽ പുറത്തുനിന്നും വാഹനങ്ങളിൽ വലിയ പ്ലാസ്റ്റിക് കവറുകളിലാക്കി കൊണ്ടുവരുന്ന മാലിന്യങ്ങൾ ആളൊഴിഞ്ഞ സ്ഥലങ്ങളിൽ തള്ളുകയാണെന്ന പരാതി പ്രദേശവാസികൾക്കുണ്ട്. CCTV ക്യാമറകൾ സ്ഥാപിച്ചെങ്കിലും പ്രയോജനം ചെയ്തില്ലെന്ന ആക്ഷേപവുമുണ്ട്. CPI മണ്ഡലം സെക്രട്ടറി MS റഷീദ്, നെടുമങ്ങാട് ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർ അരുവിക്കര വിജയൻ നായർ തുടങ്ങിയവരും ജില്ലാ സെക്രട്ടറിയോടൊപ്പം ഡാം സന്ദർശിച്ചു. കേരള വിഷൻ ന്യൂസ്, തിരുവനന്തപുരം.